പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖ ഷഷ്ടി എന്ന കൃതിയിലെ 58ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ശ്രുത്യാദിഭുക്രതു പുലസ്ത്യാദിയും സനകനിത്യാദി മാമുനികളും ക്ഷിത്യാധിപത്യപിതൃപത്യാത്മജാതിമനുപത്യാദിയാം മനുജരും ദിത്യാത്മജാസുരരദിത്യാത്മജത്രിദശരിത്യാദി സർവരുമഹോ സത്യാത്മരൂപപളനീത്യാ വിഭൂമിപതി നിത്യത്വമാണ്ടൊരു ഭവാൻ. ശ്രുത്യാദിഭുക്രതു പുലസ്ത്യാദിയും സനകനിത്യാദി മാമുനികളും ക്ഷിത്യാധിപത്യപിതൃപത്യാത്മജാതിമനുപത്യാദിയാം മനുജരും നിത്യാത്മജാസുരരദിത്യാത്മജത്രിദശരിത്യാദി സർവരുമഹോ സത്യാത്മരൂപപളനീത്യാ വിഭൂമിപതി നിത്യത്വമാണ്ടൊരു ഭവാൻ. ഇതാണ് ശ്ലോകം. ആദ്യമായി ഈ ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ശ്രുത്യാദി, ശ്രുതി മുതലായ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ. ഭുക്രതു, ക്രതുഭുക്ക്. ക്രതുഭുക്ക് എന്ന് പറഞ്ഞാൽ യജ്ഞഭാഗം ഭുജിക്കുന്നവരായ ദേവന്മാരെന്നാണ്. പുലസ്ത്യാദിയും, പുലസ്ത്യൻ തുടങ്ങിയ രാക്ഷസ കുലോത്തമന്മാർ. സനകൻ ഇത്യാദി മാമുനികളും, സനകൻ മുതലായ മാമുനി ശ്രേഷ്ഠന്മാരും. ക്ഷിത്യാധിപത്യ പിതൃപത്യാത്മജാതി, ഭൂമി ഭരിക്കുന്ന രാജാക്കന്മാരും. പിതൃപത്യാത്മജ എന്ന് പറഞ്ഞാൽ പിതാവ്, ഭർത്താവ്, മക്കൾ എന്നിങ്ങനെയുള്ളവരാണ്, ബന്ധുജനങ്ങൾ. അവരും മനുപത്യാദിയാം മനുജരും, മനുവിൻ്റെ പരമ്പരയിൽപ്പെട്ട മനുഷ്യർ. അത് പുരാണ കഥകളിലാണ് പറയുന്നത്, മന്വന്തരങ്ങളെപ്പറ്റിയും. അതുപോലെ മനുഷ്യർ മനുവിൻ്റെ പിന്മുറക്കാരാണെന്നാണ് പറയുന്നത്. മനുഷ്യരുടെ എല്ലാ ആദ്യ പിതാവ് മനു ആയിരുന്നു എന്നൊരു പുരാണ കഥയുണ്ട്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിൽ ഔപനിഷദ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ മനു എന്ന പദത്തിന് മന്ത്രമെന്നാണ് അർത്ഥം. അപ്പം മന്ത്രത്തെ മനനം ചെയ്യുന്നവർ, അതുപോലെ മന്ത്രം ജപധ്യാനത്തിന് വിധേയമാക്കുന്നവർ എന്ന് പറഞ്ഞാൽ ജ്ഞാന സ്വഭാവമുള്ള, മനന ശേഷിയുള്ളവർ, അവരാണ് മനുഷ്യർ. അപ്പോൾ അതുകൊണ്ടാണ് പുരാണങ്ങളിൽ പറയുമ്പോൾ അവരുടെ പൂർവ്വപിതാവായിട്ട് മനുവിനെ സങ്കല്പിച്ചിരിക്കുന്നു. അതൊരു പ്രതീക പുരുഷനാണ്. മനനശേഷി ഉള്ളവരാണ് മനുഷ്യർ. ദിത്യാത്മജാസുരർ എന്ന് പറഞ്ഞാൽ ദിതിയുടെ പുത്രന്മാരായ അസുരന്മാർ. ആദിത്യാത്മജ ത്രിദശർ, അതിഥിപുത്രന്മാരായ ദേവന്മാർ. ഇത്യാദി സർവരും, ഇങ്ങനെയുള്ള സർവരും. അഹോ, ആശ്ചര്യമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സത്യാത്മസ്വരൂപ പളനീത്യാ വിഭൂമതി നിത്യം ആണ്ടൊരു ഭവാൻ, നിത്യത്വം ആണ്ടൊരു ഭവാൻ എന്ന് പറഞ്ഞാൽ സത്യസ്വരൂപനായ അല്ലയോ ഭഗവാനെ, പളനി യാതൊന്നിൻ്റെ ആത്മാവാണോ ആ ഭൂമികയുടെ അധിപനായുള്ളവനെ, നിത്യനായ ഭവാൻ തന്നെയാകുന്നു ഇവരെല്ലാം. അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിലെത്തുമ്പോഴേക്കും ഗുരു പ്രായോഗിക അദ്വൈതത്തെ സുബ്രഹ്മണ്യ ഉപാസനയിലൂടെ സാക്ഷാത്കരിച്ചെടുത്തു കഴിഞ്ഞു എന്ന നിലയിലെത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഈ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ശ്രുതി, സ്മൃതി മുതലായ ആധ്യാത്മിക ശാസ്ത്രങ്ങളും ഹവിർഭാഗം അല്ലെങ്കിൽ ഹവിസിൻ്റെ പങ്ക് ഭുജിക്കുന്നവരുമായ ദേവന്മാരും
പുലസ്ത്യൻ തുടങ്ങിയ രാക്ഷസ പ്രമുഖന്മാരും സനകാദികളായ മാമുനിമാരും ഭൂമിപതികളായ രാജാക്കന്മാരും പിതാവ്, ഭർത്താവ്, പുത്രന്മാർ തുടങ്ങിയ ബന്ധുക്കളും മനുവിൻ്റെ പിന്മുറക്കാരായ മനുഷ്യരും ദിതിയുടെ പുത്രന്മാരായ ദൈത്യന്മാരും അതിഥിപുത്രന്മാരായ ദേവന്മാരും ഇങ്ങനെയുള്ള സർവരും സർവാത്മ സ്വരൂപനായ അല്ലയോ ഭഗവാനെ, പളനിയെ ആത്മാവാക്കി വച്ചിരിക്കുന്ന ഭൂമിയുടെ നാഥനായിട്ടുള്ളവനെ, നിത്യനായ നീ തന്നെയാകുന്നു ഇപ്പറഞ്ഞ സർവ്വതും. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന് ഗദ്യപ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ മറ്റൊരാവിഷ്കാരമാണ് ഈ ശ്ലോകത്തിൽ ഗുരു നടത്തിയിരിക്കുന്നത്. ശ്രുതികളിലും സ്മൃതികളിലും പുരാണേതിഹാസങ്ങളിലും വേദോപനിഷത്തുക്കളിലുമെല്ലാം ഒരേ അറിവിൻ്റെ തന്നെ വ്യത്യസ്തങ്ങളായ ആവിഷ്കാരങ്ങളാണ് നടത്തപ്പെട്ടിരിക്കുന്നത്. ദേവാസുരന്മാരും മാമുനിമാരും രാജാക്കന്മാരും പ്രജകളും മുതലാളിമാരും തൊഴിലാളികളും പുരോഹിതന്മാരും കശാപ്പുകാരും എന്നുവേണ്ട തൊഴിലിൻ്റെയും കർമ്മഗുണങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന സർവരും ഒരേ വർഗത്തിൽപ്പെട്ട മനുഷ്യർ തന്നെയാകുന്നു. വിശ്വസംരചനയിലെ ആത്മസത്ത ഏകവും അഖണ്ഡവുമായ പരമ്പൊരുൾ തന്നെയാണ്. ആ പരമ്പൊരുളിനെയാണ് സർവാത്മ സ്വരൂപനായ ഭഗവാനായും പളനിയെ ആത്മാവാക്കി വച്ചിരിക്കുന്ന ജ്ഞാനഭൂമികയുടെ നാഥനായും ഈ കൃതിയിൽ ഗുരു വാഴ്ത്തി സ്തുതിക്കുന്നത്. പ്രായോഗിക അദ്വൈത സാക്ഷാത്കാര സാധനയുടെ ഒരു ഉത്തമ മാതൃകയായിട്ടാണ് ഗുരു സുബ്രഹ്മണ്യോപാസനയെ സമീപിച്ചത് എന്ന് സാരം. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.